Watch India's largest kids library only on Jio Hotstar. Download the app now. സീതാറാം, ഇന്ന് എന്താണ് പ്ലാൻ? നിങ്ങൾ എവിടെ കണ്ടത് വളരെ നന്നായി. ഞാൻ 2 ദിവസത്തേക്ക് സ്കൽ ഐലൻഡിലേക്ക് പോവാണ്. അവിടെ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. എനിക്ക് അവിടെ പോയി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. അവിടെ എന്താ കുഴപ്പം സംഭവിച്ചിരിക്കുന്നതെന്ന്. നിങ്ങൾ രണ്ടാളും ഫുർഫുറ നഗരത്തെ നോക്കിക്കൊള്ളാം. ഓക്കെ? ചിങ്കം സർ, why fear when Motu Patlu is here? നിങ്ങൾ സാവധാനം ഇവിടെ ഇരുന്ന് ഭക്ഷണങ്ങളൊക്കെ കഴിക്കൂ. ഞാൻ ഉടൻ തന്നെ സ്കൽ ഐലൻഡിലേക്ക് പോയി അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് റിപ്പോർട്ട് തരാം. ഈ പറയുന്ന സ്കൽ ഐലൻഡ് വലിയ ദൂരമൊന്നുമില്ലല്ലോ. ഞാൻ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നേക്കാം. എന്റെ അമ്മോ, എന്റെ ഡയലോഗ് എന്റെ അടുത്ത് തന്നെ പറഞ്ഞു പോയല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? എവിടെയാ ഉള്ളത്? അവിടെയുണ്ട് ആ സ്കൽ ഐലൻഡ്. പക്ഷെ ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ലാത്തത് പോലെയാണല്ലോ ഉള്ളത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതിൽ നമ്മളെ ജനങ്ങൾക്ക് മിടുക്ക് കൂടുതലാണല്ലോ. കടൽ കന്യകയോ? ഇതൊക്കെ ഇപ്പോഴും ഉണ്ടോ? അല്ല, കടൽ കന്യകയൊക്കെ ശരിക്കും ഉണ്ടോ? അത് മെർമെയ്ഡ് ഉള്ളതല്ലേ, പേടിക്കണ്ട. ഞാനില്ലേ നിങ്ങളുടെ മുന്നിൽ, ദേ കണ്ടില്ലേ? അല്ല മർമെയ്ഡ്, നിങ്ങൾക്ക് എങ്ങനെയാണ് എന്റെ പേരറിയാൻ പറ്റിയത്? ഞങ്ങളുടെയൊക്കെ ലോകത്തിലെ നിന്റെ പേര് ഭയങ്കര ഫേമസ് അല്ലേ? മോട്ടു പത്ലുവിന്റെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഞങ്ങളുടെ ലോകത്തിലെ ചെറിയ പിള്ളേർക്ക് പോലും അറിയാം. മനസ്സിലായോ? നിങ്ങൾ സത്യമാണ് പറയുന്നത്. എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അതിരിക്കട്ടെ, നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് മോത്തി എന്നാണ്. എന്ന് വെച്ചാൽ പേളെന്നർത്ഥം. മോട്ടു, എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. നിങ്ങൾ സ്കൾ ഐലൻഡിലേക്ക് പോകരുത്. ഞാൻ പറയുന്നത് ഒന്ന് കേക്കൂ പ്ലീസ്. പക്ഷേ എന്റെ മർമെയ്ഡ്, ഞാൻ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? കാരണം എന്റെ കുടുംബമല്ല അവിടെയാ ഉള്ളത്. പല വർഷങ്ങൾക്ക് മുൻപ് സ്കൾ ഐലൻഡിൽ താഴെയായിരുന്നു ഞങ്ങളുടെ ലോകം ഞങ്ങൾ സ്ഥാപിച്ചിരുന്നത്. നിങ്ങൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളെ പിന്തുടർന്ന് പല ആളുകളും അങ്ങോട്ടേക്ക് പോകുന്നേ. അതിനുശേഷം എല്ലാരും ഞങ്ങളെ വലയിൽ പിടിച്ച് കൊണ്ടുപോകുന്നേ. ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഞാൻ അതിനൊരിക്കലും സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കൊരു പ്രോമിസ് തരണം. നിങ്ങളും അങ്ങോട്ട് പോകില്ല, അതുപോലെ വേറെ ആരെയും അങ്ങോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന്. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. ആ സ്കൾ ഐലൻഡിലേക്ക് ഇനി ആരും വരാതെ ഈ ഞാൻ നോക്കിക്കോളാം. സത്യം. ബൈ മർമെയ്ഡ്. ഓഹോ, ഇവിടെ നടന്ന എല്ലാ കാര്യവും നമുക്ക് എത്രയും പെട്ടെന്ന് ബോസിന്റെ അടുത്തേക്ക് അറിയിക്കണം. എന്നാ ഞാൻ വേഗം പോകട്ടെ. ഓഹോ, ബോസ് ബോസ്, മോട്ടും കൂടെ വന്നായിരുന്നു. മോട്ടു എന്തിനാ ഇങ്ങോട്ട് വന്നത്? ചിങ്കം സാർ മോട്ടുവിനെ ഡിറ്റക്റ്റീവായിട്ട് അങ്ങോട്ട് അയച്ചതാണ്. പക്ഷെ ഞാൻ എങ്ങനെയോ സംസാരിച്ച് അവനെ തിരിച്ചയച്ചു. ഇല്ലെങ്കിൽ അവൻ സ്കൾ ഐലൻഡിലേക്ക് തീർച്ചയായിട്ടും പോയേനെ. സ്കൾ ഐലാൻഡിൽ എന്റെ പണി ഇനിയും തീർന്നിട്ടില്ലടാ. ഈ കടലിന്റെ അടിയിൽ കുറെ മുത്തുള്ള കാര്യം ഇവിടെ ആർക്കും അറിയില്ലടാ. അതുകൊണ്ട് ഞാൻ എല്ലാ മുത്തും എടുക്കുന്നത് വരെ അവിടേക്ക് ആരെയും പറഞ്ഞയക്കരുത്. ഇപ്പൊ പോയി അവിടെ കാവലിനിരിക്കും നമ്പർ 1. എന്റെ അമ്മോ, ഒരുപാട് നേരമായല്ലോ. ആ മോട്ടു ചടേന്ന് പോയി ചടേന്ന് തിരിച്ചു വരാന്ന് പറഞ്ഞല്ലോ. പക്ഷെ അവനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല. ഇനിയിപ്പോ ഏതായാലും ഞാൻ തന്നെ പോയി നോക്കിയിട്ട് വരട്ടെ. ചിങ്കം സാറേ, നിങ്ങൾ ഇനി എങ്ങോട്ട് പോവേണ്ട ആവശ്യമില്ല. ഞാൻ എല്ലാം ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. സ്കൾ ഐലൻഡിൽ യാതൊരു പ്രശ്നവുമില്ല, എല്ലാം നോർമലാണ്. ഇൻസ്പെക്ടർ ചിങ്കം. ഈ ചിങ്കത്തിന്റെ ഇൻഫോർമേഷൻ എപ്പോഴും കറക്റ്റ് ആയിരിക്കും. അവിടെ എന്തൊക്കെയോ കുഴപ്പം നടക്കുന്നുണ്ട്. മോട്ടു, നീ അവിടെ പോയി ചിലപ്പോ നേരെ ചൊവ്വേ അന്വേഷിച്ചിട്ടുണ്ടാവില്ല.
ചിങ്കം സാറേ, ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ എല്ലാം ശരിക്കും നോക്കിയിട്ടാ വന്നിരിക്കുന്നതെന്ന്. നിങ്ങൾക്ക് എന്താ എന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് ചിങ്കം സാറേ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവിടെ യാതൊരു പ്രശ്നവും ഇല്ലെന്നേ. പോരെ, അതുകൊണ്ട് ആരും പോകണ്ട. അതെ മോട്ടു, എന്തിനാ നീ ദേഷ്യപ്പെടുന്നേ? ഞങ്ങളിൽ ആരും അങ്ങോട്ട് പോകുന്നില്ല. നീ വീട്ടിൽ പോയി വിശ്രമിക്കാൻ നോക്ക്. എങ്കിൽ ശരി, അങ്ങോട്ട് ആരും പോകാൻ പാടില്ല. ഓക്കേ? ഈ മോട്ടു എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം. ഓട്ടു, എനിക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആളുകളെ അങ്ങോട്ടേക്ക് പോകാതെ തടുത്തിരിക്കുകയല്ലേ. ഞങ്ങൾ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അതേ മോട്ടു, ഞാൻ ഇവിടെ ഇരുന്ന് എല്ലാം കണ്ടോണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടിയും എന്റെ ആളുകൾക്ക് വേണ്ടിയും നിങ്ങളുടെ കൂട്ടുകാരോട് വഴക്കിട്ടിരുന്നില്ലേ? അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്ന് ഞങ്ങളുടെ ലോകത്തിലേക്ക് വരാനാണ്. നിങ്ങൾക്ക് വലിയൊരു മനസ്സാണ്. നിങ്ങളുടെ മനസ്സ് മുഴുവൻ സത്യസന്ധത മാത്രമേ ഉള്ളൂ. ഞാൻ പത്തിലുമായിട്ട് ഇപ്രാവശ്യം ഒന്ന് സംസാരിക്കട്ടെ. ഓക്കേ? എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇതുവരെ മെർമെയ്ഡ് കണ്ടിട്ടേ ഇല്ല. ഗസീട്ടാറാ, മെർമെയ്ഡ് എന്ന് പറയുന്നതൊന്നും സത്യമല്ല. ഇതാരോ മോട്ടുവിനെ പിന്നെയും കളിപ്പിക്കുകയാണ്. ഡോക്ടർ ജഡ്ക, ചിങ്കം സർ, നമ്മൾ ആ മെർമെയ്ഡിന്റെ പുറകിലുള്ള സത്യം എന്താന്ന് കണ്ടുപിടിച്ചിരിക്കണം. എന്റെ ഐഡിയ എന്താന്ന് കേക്കൂ. സൂപ്പർ. ഒരു മർമേഡ് കൂടിയോ? അതെ, എപ്പോ നോക്കിയാലും നീ ഇവിടെയാണല്ലോ ഇരിക്കുന്നത്. അച്ഛനും അമ്മയും നിന്നെ എത്ര നേരമായിട്ട് തിരയുന്നെന്ന് നിനക്ക് അറിയാവോ? അതെ, നിങ്ങൾ ആരാണ്? ഞാൻ ആരാണെന്നോ? നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതല്ലേ? ഇപ്പൊ നിനക്ക് എന്നെ ഓർമ്മ പോലും ഇല്ലെന്നാണോ പറയുന്നത്? അതെ മമ്മി, ഡാഡി, വേഗം ഇങ്ങോട്ടേക്ക് വരൂ. ഇവൾക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്നാ പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും ആരാണ്? നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ലല്ലോ. മോട്ടു, ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കൂ. മെർമെയ്ഡ് എന്ന് പറഞ്ഞ ഒരു ഇണം തന്നെ ഇവിടെ ഇല്ലെന്നേ. ഇവരെല്ലാരും ചേർന്ന് നിന്നെ പറ്റിക്കുകയാണ്. പത്തുലു, നീയോ? വലിയേട്ടാ, നിങ്ങളോ? ഗസീട്ടാറാ, നീയുണ്ടോ? കണ്ടില്ലേ മോട്ടു, നിങ്ങളുടെ കൂട്ടുകാരെല്ലാം വേറെ വേഷം മാറി എന്റെ ലോകത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ്. ആ, നിന്നെ പോലെ അവൻ ശ്രമിച്ചതാണ്. പക്ഷെ നീ ഇപ്പോഴല്ലേ പറഞ്ഞത് മെർമെയ്ഡ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഈ ലോകത്ത് തന്നെ ഇല്ലെന്ന്? സത്യം പറ. നമ്പർ 1 നീയോ? Stop in the name of law. വേഗം പണി തീർക്കാൻ നോക്ക്. മോട്ടുവിനെ പറ്റിക്കുന്നത് എളുപ്പമാണ്. പക്ഷെ പറ്റ്ലുവിന് ഒരു ചെറിയ ക്ലൂ കിട്ടിയാലും അവനെല്ലാം മനസ്സിലാകും. അവിടെ എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ ഇന്നലെ തൊട്ട് നമ്പർ 1 കാണുന്നില്ല. അവർ എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. അതിന് സാധ്യതയുണ്ട്. വേഗം പണി തീർക്ക്. ജോൺ, വരുമെന്നല്ല, വന്നു കഴിഞ്ഞു. അതെ, ഞാൻ നിന്നെ വെറുതെ വിടില്ല ജോൺ. മോട്ടു, പ്ലീസ് എന്നെ അടിക്കുന്നത് നിർത്ത്.
എത്രയും കഷ്ടപ്പെട്ട് സ്കൈ ഐലാൻഡിൽ നിന്നും ആയിരക്കണക്കിന് മുത്തുക്കൾ ഞാൻ എടുത്തിട്ട് വന്നു. നീ ഇങ്ങനെ ചെയ്തല്ലോ, വേണമെങ്കിൽ നമുക്കതിൽ ഷെയർ ചെയ്യാം. ജോൺ, മോട്ടുവും പത്തലവും ഒരിക്കലും അധർമ്മത്തിന് കൂട്ടു നിന്നിട്ടില്ല, ഇനി ഒരിക്കലും കൂട്ടു നിൽക്കുകയുമില്ല. ഹാ. ബോസേ ബോസേ, നിങ്ങൾ എന്തിനാ നിങ്ങളുടെ കുഴി തന്നെ വെട്ടി കുഴിക്കുന്നത്? എത്രയും പെട്ടെന്ന് ജയിലിലേക്ക് പോയാൻ തയ്യാറായിക്കോളൂ. എല്ലാം എന്റെ തലയിൽ എഴുത്ത്. ഒന്നും ശരിയല്ല, എന്റെ സമയം ഇപ്പൊ ഒട്ടും ശരിയല്ല. മുത്തുക്കൾ കിട്ടിയോ ഇല്ലയോ, പക്ഷെ ഇപ്പോൾ നമ്മൾ ജയിലിൽ പോയി ഗോതമ്പുണ്ട് കഴിക്കാനുള്ള സമയമായടാ. Watch India's largest kids library only on Geo Hotstar. Download the app now.